ലെറ്റസ്റ്റ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അത് ഏത് റിലേഷൻഷിപ്പോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ മനസ്സിൽ കാണുന്ന ഏത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിൽ ഒരു ആക്ഷൻ നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. മെയിലോ ഫീമെയിൽ ആക്കുകയാണെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗും ആണ്. ഇത് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രം നിങ്ങൾ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത്, നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ പോകുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ വളരെ എനിക്കതിന് കൃത്യമായിട്ട് എനിക്കൊരു ഉത്തരം കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ എനിക്കതിനൊരു ക്ലാരിറ്റി കിട്ടിയേ തീരൂ എന്ന് വളരെ കണ്ണിങ് ആയിട്ട് നിങ്ങൾ നിന്നിരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നു എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും കഴിയുന്നതായിട്ടും കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് തന്നെ ആയാലും നിങ്ങളിലേക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തി അവര് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിന്റെ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് പോകാനായിട്ട് അവര് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കാനായിട്ട് അവര് ചിന്തിക്കുന്നു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവാനായിട്ട്, ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവാനായിട്ട് അവര് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതായത് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളോട് വളരെ അനുകമ്പപൂർവമായിട്ട് അവര് പെരുമാറാൻ അവർ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ അവര് പെരുമാറുന്നതായിട്ട് നമുക്ക് ഫ്യൂച്ചർ ആക്ഷൻ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. വളരെയധികം, അതായത് അവര് നിലവിൽ നിങ്ങളോട് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ അവര് നിങ്ങളോട് വളരെ സഹതാപപൂർവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുകമ്പപൂർവമായിട്ട് നിങ്ങളോട് പെരുമാറുന്നു. അതുപോലെ തന്നെ അവരുടെ കൂടുതൽ ഫോക്കസ് നിങ്ങളിലേക്ക് അവർ തരുന്നതായിട്ട്, നിങ്ങൾ ഒട്ടും തന്നെ കെയർ ചെയ്യാതെ മൈൻഡ് ചെയ്യാതിരുന്നിരുന്ന, നിങ്ങളുടെ ഒരു കാര്യങ്ങളും പരിഗണിക്കാതിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, കുറച്ചുകൂടെ കൂടുതൽ നിങ്ങളോട് പാഷനേറ്റ് ആവുന്നു, കുറച്ച് കൂടുതൽ ടൈം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുതിയ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ അത് വളരെ ഇന്നസെന്റ് ആയിട്ട്, വളരെ നിഷ്കളങ്കമായിട്ട് നിങ്ങളിലേക്ക് അത്തരം ഒരു പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു ഹാപ്പിനെസ് ആണ് അത് വരുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്ത് തന്നെ നിങ്ങളെ വിലക്കി നിർത്തിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു പുതിയൊരു തുടക്കം നിങ്ങളിപ്പോ ഈ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഒരു റൊമാൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു പുതിയ റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നു. അത് ഒരു മെസ്സേജ് ആയിട്ട്, ഒരു കോൾ ആയിട്ട്, ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഒരു കോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഈ വരുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ അധികം ഹാൻസം ആയിട്ടുള്ള, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഈ ഒരു റൊമാൻസുമായിട്ട്
നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും അതായത് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ഈ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ടാവാം, മറച്ചു വെച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരു വളരെയധികം ഫിയർ ഉണ്ടാവാം, വളരെയധികം ആൻഷ്യസ് ആയിരുന്നിരിക്കാം. എന്ത് സംഭവിക്കും, ഇതിന്റെ എന്തായിരിക്കും, അല്ലെ അങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നിട്ടുണ്ടാവാം. അതിനെല്ലാം നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കാനായിട്ട് പോവുകയാണ്. അതായത് എന്തൊക്കെയാണോ ഇവിടെ ഹൈഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ, ആ ഒരു ഹൈഡ് ചെയ്ത കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരാനായിട്ട് പോവുകയാണ്. അത് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. മനസ്സിലാവാനുള്ള ഒരു സമയമാണ്. അതിന് യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് അതിനെല്ലാം ഒരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. അതായത് ആ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണോ അവിടെ മറഞ്ഞിരുന്നത്, ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചിരുന്നു എങ്കിൽ അത് ഒരുപക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ജഡ്ജ്മെന്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ടാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു റിസൾട്ട് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ലാസ്റ്റ് കോൾ ആണ്. അപ്പൊ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു തരം റീബർത്ത് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണോ മറിഞ്ഞിരിക്കുന്നത് അതെല്ലാം പുറത്തേക്ക് വരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുന്നു. അതായത് ഒരു പുതിയ തുടക്കം, റീബർത്ത് വരുന്നു. അപ്പോ ഇത് പുതിയ വ്യക്തികൾ മാത്രമല്ല, ഓൾറെഡി റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക്, നിങ്ങൾ ആരെയാണോ നിങ്ങൾ മനസ്സിൽ കണക്കാക്കിയിരിക്കുന്നത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് അതിന് വേണ്ട ഒരു അവേക്കനിങ് ലഭിക്കുന്നു യൂണിവേഴ്സിൽ നിന്ന്. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ മാറി നിൽക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. കാരണം യൂണിവേഴ്സ് അവർക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടുകയാണ്. അതുപോലെ യൂണിവേഴ്സ് നിങ്ങളോട് ദയ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അവേക്കനിങ് അവർക്ക് ഉണ്ടാവുകയും അതിൽ നിന്ന് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരികയും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരുന്നതുമായിട്ടാണ് കാണുന്നത്. അതായത് ഇത്രയും കാലം എവിടെയൊക്കെയാണോ നിങ്ങളുടെ ബാലൻസ് പോയിക്കൊണ്ടിരുന്നത്, അത് നിങ്ങൾക്ക് ഇമോഷണലി കണക്റ്റഡ് ആവാതെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബാലൻസ് ആണ്, അല്ലെങ്കിൽ ലവിന്റെ കാര്യത്തിലുള്ള ഒരു ബാലൻസ് ആണോ, അങ്ങനെ എന്തിലാണോ നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ടിരുന്നത്, അതല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ടൈം, എഫേർട്ട് ഇതൊന്നും കിട്ടാതിരുന്നതാണെങ്കിൽ അതെല്ലാം ബാലൻസ്ഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകുന്നു, ബാലൻസ്ഡ് ആവുന്നു. നിങ്ങൾക്ക് വേണ്ട ആ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് റീജോയിൻ ആവുന്നതായിട്ട് റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ പാസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പാഷനേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അവര് എത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ് ലവർ ആയിരിക്കാം, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്ന ഹസ്ബൻഡ്, വൈഫ് അങ്ങനെയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, നിങ്ങൾ പിണങ്ങിയിരുന്ന നിങ്ങളുടെ ഒരു സുഹൃത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാലത്ത് മുതലേ നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കാം. എന്തു തന്നെയായാലും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. ഒന്നോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് വരുന്നു, അല്ല എങ്കിൽ നിങ്ങൾ ഈ മനസ്സിൽ കാണുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത്, നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്ന ഒരു കാര്യം, ഇപ്പൊ ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത് നിങ്ങൾ അറിയുന്നില്ല, അത് അവിടെ
ഗ്രാജുവലി അതിനൊരു ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി അത് മെച്ചപ്പെടുത്താൻ വേണ്ടി ആ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി, നമ്മൾ ആദ്യമേ പറഞ്ഞു അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അടുത്ത ഒരു ഫേസിലേക്ക് കടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. വെറുതെ പ്ലാൻ ചെയ്യാൻ മാത്രമല്ല, അവർ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നലായിരിക്കാം. പക്ഷെ നിങ്ങൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു ഗ്രോത്ത് നടക്കുന്നുണ്ട്. ആ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന വ്യക്തികൾക്ക് ഇവിടെ നമുക്ക് കുറേയധികം കമ്മ്യൂണിക്കേഷൻ വരുന്ന കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതുപോലെ ക്ലാരിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യം, ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ എതിർപ്പുകളാണോ ഉണ്ടായിരുന്നത്, ആ എതിർപ്പുകളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ എതിർപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിനെയെല്ലാം അതിജീവിക്കാൻ, അതിൽ നിന്നെല്ലാം ഒരു വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതില് കൂടുതൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു പാത്ത്, ഏത് രീതിയിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണം, ഇത് വളരെയധികം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് നിങ്ങൾക്കൊരു ഹോപ്പ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്, അതിനുവേണ്ട വഴി നിങ്ങൾക്ക് തെളിയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ പുതിയ ഒരു ലവ് അല്ലെങ്കിൽ പുതിയൊരു അവസരം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റൊമാൻസിനും ലവിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ അവസരം നിങ്ങൾക്ക് വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറിഞ്ഞിരുന്ന അല്ലെങ്കിൽ ഹൈഡായിരുന്നിരുന്ന പല കാര്യങ്ങളും വെളിച്ചത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വിഷമവും സങ്കടം കാര്യങ്ങളെല്ലാം അതിനെല്ലാം വളരെ ദയോടുകൂടി യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു, വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ഫേസിലേക്ക് കൊണ്ടുവരാൻ, അതുപോലെ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ വേണ്ടിയിട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ നിങ്ങൾക്ക് മുന്നിൽ ഒരു നല്ല ഒരു പാത്ത് നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുന്നു അറിയില്ല. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത റീഡിങ് നമുക്ക് വീണ്ടും കാണാം.